തൃശൂർ ചാവക്കാട് നഗരസഭയുടെ അനാസ്ഥയെ തുടർന്ന് ജനവാസ മേഖലയിലേക്ക് മാലിന്യം ഒഴുകിയെത്തുന്നതായി പരാതി. ഐനുപള്ളി 4 സെന്റിന് സമീപം പ്രവർത്തിക്കുന്ന മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്നാണ് മലിനജലവും ദുർഗന്ധവും പ്രദേശമാകെ പരക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടി നിരവധി പരാതികൾ നൽകിയെങ്കിലും നഗരസഭ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഒന്നും രണ്ടുമല്ല 30 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്നതാണ് ചാവക്കാട് ഐനുപള്ളിയിലെ ഈ മാലിന്യ സംഭരണ കേന്ദ്രം. അന്ന് തുടങ്ങി എല്ലാ മഴക്കാലത്തും പ്രദേശവാസികൾ നേരിടുന്നതാണ് മലിനജലം കൊണ്ടും ദുർഗന്ധത്താലുമുള്ള ബുദ്ധിമുട്ടലുകൾ. മഴ പെയ്യുന്ന സമയത്ത് ഞങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആകെ അങ്ങനെ കറുത്ത വെള്ളമാണ് ഈ പുഞ്ചപ്പാടത്തേക്ക് ഒഴുകി പോകുന്നു. പിന്നെ അടുത്തുള്ള തോടുകൾക്കും തോട് നിറഞ്ഞിട്ട് മറ്റുള്ള പറമ്പുകൾക്ക് ഞങ്ങളുടെ പറമ്പിലൊക്കെ മഴ പെയ്താൽ കറുത്ത വെള്ളം നിൽക്കുക. അതെത്ര കുറച്ച് പടി വ്യത്യാസം ഉണ്ട്. അവിടെ നിന്ന് വരുന്ന കറുത്ത വെള്ളം അത് ചവിട്ടിയിട്ട് നമ്മൾ റോട്ടിലേക്കും പുറത്തേക്കും പോകണമെങ്കിൽ ഈ കമ്പിളിയിൽ തൂടൊക്കെ തോർത്ത് ഈ വേസ്റ്റ് ഇട്ട് തോർത്ത് തന്നെയാണ്. പിന്നെ ഇതുകൊണ്ട് എല്ലാവർക്കും അസുഖങ്ങളുണ്ട്. ആരും ഇതിൽ ഏർപ്പെടുന്നില്ല. ഈ അയൽവാസി എന്തോരം വീടുകൾ വെച്ചിട്ടാ അവർക്കൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. മഴക്കാലം വന്ന ആകെ കാലിനും കൈനൊക്കെ കേടനാണ്, നടക്കാനും പറ്റില്ല. ഈ കാലുമത്തെ അസുഖം, പിന്നെ മഴ പെയ്തിട്ട് ഈ ചളി ഒഴുകി വന്നിട്ടുള്ള മണം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ കുട്ടികൾക്ക് ഛർദി, വയറുവേദന, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ പുഴുവരിച്ച് ചമരുമയ്ക്ക് കയറലും. മഴ പെയ്താൽ തീരെ നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. നഗരസഭാ സെക്രട്ടറി മുതൽ മന്ത്രിമാർ വരെയുള്ളവർക്ക് പരാതി നൽകി. 2018 ജനങ്ങളുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭവും നടന്നു. എന്നാൽ 100-ലേറെ കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികാരികൾക്കായിട്ടില്ല. ഐനുപള്ളിയിലെ സംഭരണ കേന്ദ്രത്തിൽ നിലവിൽ മാലിന്യ നിക്ഷേപം നടക്കുന്നില്ലെന്നും കരാർ കമ്പനിയുടെ അനാസ്ഥയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നുമാണ് നഗരസഭ അധികൃതർ നൽകുന്ന വിശദീകരണം. ഏകദേശം 46 ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ബയോമൈനിങ്ങിൻ്റെ പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോസസ്സിൽ കുറച്ച് അലംഭാവം അത് ഏറ്റെടുത്ത കമ്പനി കാണിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നഗരസഭ ഇടപെട്ട് അത് വളരെ അടിയന്തരമായി തന്നെ പൂർത്തീകരിക്കുന്ന വേണ്ട നടപടികൾ സ്വീകരിച്ചു വരികയാണ്. മഴക്കാലം അവസാനിക്കുന്നതോടെ മാലിന്യ നീക്കം പൂർത്തിയാക്കുമെന്നും സംഭരണ കേന്ദ്രം ഇരിക്കുന്ന സ്ഥലം ബയോ പാർക്കാക്കി മാറ്റുമെന്നും നഗരസഭാ അധികൃതർ പറയുന്നു. ഇതോടെ പ്രദേശവാസികൾ ഉന്നയിക്കുന്ന പരാതികൾക്കും പരിഹാരമാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് മലയാളം, തൃശൂർ.